ഹലോ, ഹായ്, നമസ്കാരം. അങ്ങനെ എമ്പുരാൻ എന്ന സിനിമ കണ്ടു. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വാച്ചബിൾ മൂവി തന്നെയാണ്. പക്ഷേ ഇതിന്റെ ഫസ്റ്റ് പാർട്ടായ ലൂസിഫറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലൂസിഫർ ആണ് ഒരു ബെറ്റർ ഫിലിമായിട്ട് തോന്നിയത്. ഇത് ലൂസിഫറിന്റെ ഒരു താഴെ നിൽക്കുന്ന ഒരു ഫിലിം. എന്നാലും ഇത് ഒരു മോശം സിനിമയല്ല. ഒരു കൊമേഴ്ഷ്യൽ ആക്ഷൻ മൂവി തന്നെയാണ്. ഒരു വാച്ചബിൾ മൂവി. ലൂസിഫർ കണ്ടപ്പോൾ നമുക്ക് കിട്ടിയ കുറേ ഹൈ മൂമെന്റ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഹൈ മൂമെന്റ്സ് ഒന്നും എമ്പുരാൻ കണ്ടപ്പോൾ നമുക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ എമ്പുരാൻ ഫിലിം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന സെയ്ദ് മസൂദ് എന്ന കഥാപാത്രത്തിന്റെ ഫ്ലാഷ് ബാക്ക് സീനിലൂടെയാണ്. അത് നല്ല അടിപൊളിയായിട്ടാണ് എടുത്തു വെച്ചിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു. ആ ഫസ്റ്റ് ആ സീൻ നമ്മൾ കാണുമ്പോൾ ശരിക്കും നല്ലൊരു ഇമ്പാക്ട് ഉണ്ടായിരുന്നു ഫിലിം. തുടക്കം നല്ല ഗംഭീര തുടക്കം തന്നെ പറയില്ല, അതുപോലെ തന്നെയാണ് ഫിലിം സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ എക്സൈറ്റ്മെന്റിൽ ഇരിക്കുമ്പോഴാണ് സ്റ്റീഫൻ നെടുമ്പള്ളി അഥവാ ഖുറേഷി അബ്രാമിന്റെ ഇൻട്രഡക്ഷൻ വരുന്നത്. ഇൻട്രോ അടിപൊളി ഇൻട്രോ ആയിരുന്നു. നമുക്ക് ആ സ്ക്രീനിൽ ആ ഒരു റിച്ച്നെസ് ഫീൽ ചെയ്യും. 3 ഹെലികോപ്റ്ററുകളൊക്കെ വന്നിട്ട് ഭയങ്കര ഒരു കിഡ്ലൻ ഇൻട്രോ ആയിരുന്നു. ഇൻട്രോ ഒക്കെ അടിപൊളിയായിരുന്നു. അപ്പൊ ഈ ഫസ്റ്റ് ഫ്ലാഷ് ബാക്ക് സീന്, അത് കഴിഞ്ഞ് ഇത് ഇൻട്രോ, അങ്ങനെയൊക്കെ വന്നിട്ട് പിന്നെ കേരളത്തിൽ കുറച്ച് പൊളിറ്റിക്കൽ സിനാറിയോ ഒക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഫസ്റ്റ് ഹാഫ് ഒരുവിധം തരക്കേടില്ലാത്ത രീതിയിൽ ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ വന്ന് ഇന്റർവൽ പെഞ്ചും ഓക്കെ ആയിരുന്നു. അപ്പൊ മോഹൻലാല് ആദ്യത്തെ ഫസ്റ്റ് ഹാഫിൽ ഏകദേശം ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ അങ്ങേ ഉള്ളൂ. പക്ഷെ ആ സീനുകളൊക്കെ അടിപൊളിയായിരുന്നു. നല്ല ഇമ്പാക്റ്റ് ഉള്ള സീനുകളായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ലാലേന്റെ ഒരു സെക്കൻഡ് ഇൻട്രോ എന്ന രീതിയിലൊരു ഫൈറ്റ് ഉണ്ട്. അത് നല്ല അടിപൊളിയായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ വന്ന് സിനിമ കുറച്ചൊന്ന് ഡൗൺ ആയിട്ട് ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ക്ലൈമാക്സിൽ ഒരു ഫൈറ്റ് ഉണ്ട്. ഇത്രയും ഒരു ഹൈ ഫിലിമിൽ ക്ലൈമാക്സ് ഫൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാടൊക്കെ പ്രതീക്ഷിക്കുമല്ലോ. അത്രയൊന്നും ഇല്ല. ജസ്റ്റ് ഒരു നോർമൽ ആവറേജ് ഫൈറ്റ് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ആ ഫ്ലാഷ് ബാക്ക് സീനും പിന്നെ മോഹൻലാലിന്റെ ഇൻട്രഡക്ഷൻ സീനും അതിന്റെയൊക്കെ ഒരു ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ ആ ക്ലൈമാക്സിലെ ഫൈറ്റ് നോർമൽ ശരിക്കും ഒരു ആവറേജ് ഫൈറ്റ് ആയി പോയി. ഒട്ടും ഒരു നമുക്കൊരു ഹൈ മൊമെന്റ്സ് കിട്ടുന്ന ഒരു ഫൈറ്റായി തോന്നിയില്ല. അങ്ങനെ ക്ലൈമാക്സ് കഴിഞ്ഞ് ലാസ്റ്റ് ടൈലൻഡ് ഇതിലും വരുന്നുണ്ട്. L3 ഒരു ലീഡ് തരുന്നുണ്ട്. പക്ഷെ നമ്മൾ ലൂസിഫറിൽ ആ ലാസ്റ്റ് ടൈലൻഡ് കണ്ട് രോമാഞ്ചം വന്ന ഒരു ഇത് നമുക്ക് ഇതിൽ കിട്ടിയില്ല. L3 സ്റ്റീഫൻ നെടുമ്പള്ളി അങ്ങനെ ഖുറേഷി എബ്രഹാം ആയി എന്നുള്ള ഒരു സ്റ്റോറി L3 നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഈ ഫിലിം ഒരു പൊളിറ്റിക്കലി ബേസ്ഡ് ഫിലിം ആയിരുന്നു. ഓരോ പാർട്ടിയുടെയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാവും അതൊക്കെ ഏത് പാർട്ടിയാണ് എന്താന്നുള്ളത്. അപ്പൊ ഇതിൽ ഓരോ ക്യാരക്ടറിനെ കാണിക്കുമ്പോൾ നമുക്ക് അറിയാം ഈ ക്യാരക്ടർ ഇന്ന ആളാണെന്നുള്ളത്. അപ്പൊ അങ്ങനെ വെച്ച് കുറച്ച് കോമിക്സ് റിലീഫ് കാര്യങ്ങളൊക്കെ സിനിമയിലുണ്ട്. പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ലാലേട്ടൻ അടിപൊളിയായിട്ട് തന്നെ ചെയ്തേക്കണം. സ്റ്റീഫൻ നെടുമ്പള്ളിയായിട്ട് കുറച്ച് സീനുകളിലാണ് പുള്ളി വരുന്നത്. പിന്നെ എബ്രാഹിം ഖുറേഷി ആയിട്ടുള്ള ലുക്കാണ്, അത് അടിപൊളിയാണ്. ലുക്ക് ഒക്കെ അടിപൊളിയായിരുന്നു. ലാലേട്ടനെ കാണാൻ തന്നെ അടിപൊളി ഓരോ സ്ക്രീനിലും. ആ ഒരു സ്ക്രീൻ പ്രസൻസ് നല്ല രസമാണ്. പിന്നെ ഒരു കൊമേഴ്ഷ്യൽ ഫിലിമിൽ പുള്ളിക്ക് ആക്ട് ചെയ്ത് തെളിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് എങ്ങനെ ബിഹേവ് ചെയ്യാം ആ ഒരു ക്യാരക്ടറായിട്ട് പുള്ളി ബിഹേവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് പൃഥ്വിരാജാണ്. പൃഥ്വിരാജും സ്ക്രീൻ സ്പേസ് കുറവാണ്, എങ്കിലും പുള്ളി ഉള്ളത് പുള്ളി അത് ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു റോള് നമ്മുടെ ടൊവിനോടെയാണ്. ടൊവിനോ ചെറിയൊരു ഗ്രേ ഷെയ്ഡ് ഉള്ള ഒരു ക്യാരക്ടറാണ് ഇതിൽ. അത് അടിപൊളിയായിട്ട് തന്നെ പുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നെ മഞ്ജു വാര്യരുടെ കഥാപാത്രമുണ്ട്, നമ്മുടെ PKR മോളായിട്ടുള്ളത്. പുള്ളിക്കാരത്തി നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് ഡെപ്ത് ഉണ്ട് ഈ ക്യാരക്ടറിന് ഈ ഫിലിമിൽ. അത് നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഫിലിമിൽ കുറച്ചും കൂടി സ്ക്രീൻ സ്പേസ് കിട്ടിയ ഒരു റോൾ എന്ന് പറയുന്നത് ഇന്ദ്രജിത്ത് അവതരിപ്പിച്ച ഗോവർദ്ധൻ എന്ന കഥാപാത്രമാണ്. പുള്ളി അത് ആ ലൂസിഫറിലെ പോലെ തന്നെ ആ ഒരു മീറ്റർ പിടിച്ച് തന്നെ അത് ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഫിലിമിൽ നെഗറ്റീവ് റോളിൽ വരുന്നത് ഹിന്ദി ആക്ടറായ അഭിമന്യു സിംഗ് ആണ്. ശരിക്കും പുള്ളിയുടെ ഫസ്റ്റത്തെ ഫ്ലാഷ് ബാക്ക് സീനിൽ തന്നെ നമുക്ക് ആ ഒരു ഫീൽ കിട്ടും, എത്രത്തോളം ടെറർ ആയിട്ടുള്ള ഒരു വില്ലനാണെന്നുള്ളത്. പിന്നെ ഫിലിമിൽ ലൂസിഫർ ഫിലിമിലുള്ള ഓൾമോസ്റ്റ് എല്ലാവരും ഈ സിനിമയിലും ഉണ്ട്. പക്ഷെ ചെറിയ ചെറിയ സീനുകളിൽ ജസ്റ്റ് ഇങ്ങനെ വന്നു പോകുന്നു എന്നുള്ളൂ. പിന്നെ ഈ ഫിലിമിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സിനിമയുടെ പ്രൊഡക്ഷൻ ക്വാളിറ്റിയാണ്. അടിപൊളിയാണ്. ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ആ ഒരു റിച്ച്നെസ്, നമ്മൾ ഇവർ ഇത്രയും ബഡ്ജറ്റ് ഈ സിനിമയിൽ മുടക്കി എന്നുള്ളത്, ആ ഒരു റിച്ച്നെസ് നമുക്ക് എല്ലാ ഫ്രെയിമിലും കാണാൻ പറ്റും. അതുപോലെ തന്നെ സിനിമയുടെ ക്യാമറ വർക്ക്, സുജിത് വാസുദേവാണ് ഫിലിമിന്റെ ക്യാമറ വർക്ക് ചെയ്തിരിക്കുന്നത്. അടിപൊളിയായിട്ട് തന്നെ ഓരോ ഫ്രെയിംസ് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഫിലിമിലെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ദീപക് ദേവാണ്. സോങ്സ് 2 സോങ്സ് ആണ് ഉള്ളത്. അത് ഫൈറ്റിൽ വരുന്ന സോങ്സ് ആണ്. പേഴ്സണലി എനിക്ക് ലൂസിഫറിലായാലും എമ്പുരാനിലായാലും ഈ ഫൈറ്റിന്റെ ഇടയിൽ ഈ സോങ് ഇട്ട് അത് ഇമ്പാക്റ്റ് ആയിട്ട് തോന്നിയില്ല. ശരിക്കും നമുക്ക് ഫൈറ്റിൽ ഒരു മാസ് ഫീൽ കിട്ടണമെങ്കിൽ അതിനൊരു BGM തന്നെ വേണം. അപ്പോൾ ലൂസിഫറിലും അതെ ഇതിലും അതെ, ഫൈറ്റ്സ് വരുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ സോങ് ആണ് പ്ലേ ചെയ്യുന്നത്. എന്നിരുന്നാലും ലൂസിഫറിൽ ഫൈറ്റിൽ കിട്ടിയ ആ ഒരു പഞ്ച് ഇതിലെ ഫൈറ്റ്സിൽ കിട്ടിയില്ല എന്നുള്ളതാണ്. പിന്നെ ഫിലിമിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഓക്കെ ആയിരുന്നു. ഭയങ്കര ഒരു സംഭവമായിട്ട് തോന്നിയില്ല, എങ്കിലും ഫിലിമിന് ആപ്റ്റ് ആയിരുന്നു. പിന്നെ ഈ ഫിലിമിന്റെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് അഖിലാഷ് മോഹനാണ്. പിന്നെ ഈ ഫിലിമിൽ ഒരു ഡ്രോബാക്കായി തോന്നിയത് സിനിമയുടെ ഫൈറ്റ്സ് തന്നെയാണ്. നമ്മൾ ലൂസിഫറിൽ ആ കണ്ട ഫൈറ്റ്സിന്റെ അത്രയൊന്നും ഇതിൽ വന്നില്ല. സ്റ്റെൻസിൽ തന്നെയാണ് ഫൈറ്റ്സ് കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്.
പക്ഷെ ആ ഒരു ഇമ്പാക്ട് ഉണ്ടാവുന്നില്ല ഫൈറ്റ്സിന്. ലാലേട്ടന്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസും ആ സ്വാഗും കൊണ്ട് നമുക്കിന്റെ ഫൈറ്റ്സ് കണ്ടിരിക്കാം, എൻജോയ് ചെയ്യാന്നല്ലാതെ നമുക്ക് ആ ഒരു പഞ്ച് വേണമല്ലോ, അത് കിട്ടിയില്ല. അപ്പൊ മൊത്തത്തിൽ എമ്പുരാൻ ഫിലിം കണ്ടപ്പോൾ നമ്മൾ ലൂസിഫർ കണ്ടിട്ട് എന്ത് പ്രതീക്ഷിച്ചാണോ എമ്പുരാന് പോകുന്നത്, ആ ഒരു ഹൈ മൊമെന്റ്സ് കിട്ടിയില്ല എന്നുള്ളൂ. പക്ഷേ സിനിമ ഒക്കെയാണ്, ഒരു വൺ ടൈം വാച്ചബിൾ മൂവിയാണ്. അത്രയും പ്രൊഡക്ഷൻ ക്വാളിറ്റിയും അത്രയും നല്ല രീതിയിൽ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന 3 മണിക്കൂറുണ്ട് സിനിമ. പക്ഷേ 3 മണിക്കൂർ ഉണ്ടെങ്കിലും ആ ഒരു പേസ് ഉണ്ട് ഫിലിമിന്. ആ ഒരു പേസ് കണ്ടിന്യൂ ചെയ്ത് തന്നെയാണ് എപ്പോഴും പോകുന്നത്. അപ്പോൾ ആകെ മൊത്തത്തിൽ പറഞ്ഞ ഒരു മാസ് ആക്ഷൻ കൊമേഴ്ഷ്യൽ മൂവി എന്ന് പറയാം എമ്പുരാൻ. ഒരു വൺ ടൈം വാച്ചബിൾ മൂവി ആയിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. നമുക്ക് തിയേറ്ററിൽ നിന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാവുന്ന ഒരു ഫിലിമാണ്. അപ്പോൾ ഇതാണ് എമ്പുരാൻ എന്ന സിനിമയെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.